ഞാനൊരു പ്രസംഗം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിന് വന്നതല്ല. സാന്നിധ്യം കൊണ്ട് എൻ്റെ സന്തോഷം ഇവിടെ പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ആ സന്തോഷം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്നറിയാതെ ഞാനിപ്പോൾ വിഷമിക്കുകയാണ്. ഞാനൊരു കൃഷിക്കാരനാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതകാലത്ത് സമയം കിട്ടുമ്പോഴും റിട്ടയർമെൻ്റ് കാലത്ത് പ്രത്യേകിച്ചും മലയിൽ പോയി കൃഷി ചെയ്യലാണ്. തെങ്ങ്, കവുങ്ങ്, പ്ലാവ്, മാവ്, കശുവണ്ടി, ഇങ്ങനെയുണ്ട് ഒരുപാട്. റോഡ് ബാക്കിൽ തന്നെയാണ് എല്ലാ സ്ഥലവും. ധാരാളം കൃഷി ചെയ്ത് അധ്വാനിച്ചു അതങ്ങനെ കൃഷി ഉണ്ടാക്കി. ഇപ്പോഴും മലയിലൊന്നും പോക്കില്ല, പ്രായമൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്നൊന്നും അധികം ഇറങ്ങാൻ സാധിക്കുകയില്ല. എന്നാലും ചിലപ്പോഴൊക്കെ അത് കാണാൻ പോകും. ഇന്ന് ഞാൻ എൻ്റെ മകൻ ഫൈസലിനെ പറഞ്ഞയച്ചു. കാരണം ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നത്, എനിക്ക് പോകാൻ സൗകര്യമില്ലാത്തതുകൊണ്ട്. ഇവിടെ 1-2 നല്ല ചക്കയൊക്കെ ഉണ്ട്. നല്ല ചക്കയും അതുപോലെ തന്നെ 1-2 കൊല കൊത്തി വെച്ചിട്ടുണ്ട്. അതുമൊക്കെ കുറച്ച് മാങ്ങയും വീട് നല്ല ഓർമ്മ അതും എടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഞാനത് ചോറ്റിൻ്റെ കൂടെ കൂട്ടുമ്പോൾ അതിൻ്റെ രുചി എത്രയാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കില്ല. ആ രുചി പോലെയുള്ളൊരു രുചി ഈ ക്രസൻറ്റിൻ്റെ മാറിടത്തിൽ കൂടി നടന്നുപോയി ജീവിതത്തിൻ്റെ അത്യുന്നതമായ മേഖലയിൽ സഞ്ചരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഇവരെ കാണുമ്പോൾ എനിക്ക് ആഹ്ലാദം തോന്നുകയാണ്. ആ ആഹ്ലാദം ഇപ്പറഞ്ഞത് കൊണ്ടും ഒതുങ്ങി ഇരിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇന്ന് നമ്മുടെ നാട് വിദ്യാഭ്യാസപരമായും ഐക്യപരമായും വളരെയധികം മുന്നിട്ട് നിൽക്കുകയാണ്. അതിനുള്ള ഒക്കെയുള്ള ഒരു അടിസ്ഥാന ഘടകം ഈ വാണിമേലിലെ ഗ്രാമത്തിൽ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അതിലേറ്റവും പ്രമുഖമായ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനമായ ക്രിസന്റ് ഹൈസ്കൂൾ എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ഒരുപാട് വൈവിധ്യമാർന്ന ജീവിത മേഖലയിലേക്കുള്ള ആൾക്കാരെ ഇതിനകം പല നാട്ടിലും അത് നടത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം വളരെയധികം ഉയർത്തിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു കാച്ചിമുണ്ടിടും, ഒരു മാറുവലിച്ച കുപ്പായം ഉണ്ടാവും. ആളെ കാണുമ്പോൾ പുറത്തിറങ്ങിയില്ല. അഥവാ വല്ല ആളും കണ്ടെങ്കിൽ കോതല കൊണ്ട് മുഖം മൂടി നാണം കാണിക്കുന്ന സ്ത്രീകളായിരുന്നു നമ്മുടെ സ്ത്രീകൾ. ഇന്ന് നമ്മുടെ ഓരോ വീട്ടിലും കണ്ണീർ തീർക്കാൻ കഴിയാത്തത്ര വിദ്യാഭ്യാസ സമ്പന്നരായ സ്ത്രീകൾ, ഡോക്ടർമാർ, എത്ര സ്ത്രീ ഡോക്ടർമാരാണ് ഈ നാട്ടിലുണ്ടായത്. നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. ഇന്ന് നാം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. സ്ത്രീകൾ ആൺകുട്ടികളെക്കാൾ മുന്നിൽ വേഗതയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സ്ത്രീകളെ മാത്രമല്ല സ്ത്രീകൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തും അവർ ആണുങ്ങളെ പാസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഗ്രാമം ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ സൂചന മാത്രമാണ് ഇന്ന് ഈ കസേരയിലിരിക്കുന്ന എൻ്റെ ശിഷ്യന്മാരെന്ന്. പണ്ട് ഞാനിപ്പോൾ അല്ല പറയുന്നത്, ഈ മാറിടത്തിൽ കൂടി ക്രസന്റ് എന്ന സ്ഥാപനത്തിൻ്റെ മാറിടത്തിൽ കൂടി കടന്നുപോയ ഈ മഹാരഥന്മാർ. വഹാബി സാറിനെയൊക്കെ എനിക്ക് വ്യക്തിപരമായി തന്നെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഫാദറേയും എനിക്കറിയാം. എന്നെ സ്കൂളിൽ പട്രോളി നാഷണൽ ഹൈസ്കൂളിൽ കൊണ്ടുപോയി ചേർത്തത് CP മൊയ്തീനായി. ഇവിടെ ആദ്യമായി കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി CP മൊയ്തീനായിയാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷയരോഗത്തിൽ വന്ന് മദനയുടെ സ്ഥലം എനിക്കറിയില്ല, അവിടെ പോയി ഓപ്പറേഷൻ ചെയ്ത് അങ്ങനെ പഠനം നിർത്തി ആദ്യത്തെ കോളേജ് വിദ്യാർത്ഥി, ഈ വാണിവേലിലെ കോളേജ് വിദ്യാർത്ഥി CP മൊയ്തീനായി. എന്നെ ഈ സ്കൂളിൽ ഞാൻ എൻ്റെ ഫാദർ എന്നൊക്കെ പറഞ്ഞാൽ 3.5 കൊല്ലം എനിക്ക് പ്രായമായപ്പോഴേക്കും എൻ്റെ ഫാദർ മരിച്ചു പോയിരിക്കുന്നു. അവിടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാനോ ഉള്ളൊരു സാമൂഹ്യ ചുറ്റുപാടൊന്നില്ല.
എൻ്റെ ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ്. ആ സമയത്ത് എന്നെ പ്രേരിപ്പിച്ച് സ്കൂളിൽ പോയേ പറ്റും എന്ന് പ്രേരിപ്പിച്ച് അയാൾ തന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒറ്റോളി നേഷനിൽ ചേർത്ത ഒരു മഹാവ്യക്തിത്വമായിരുന്നു വഹാബി സാറിൻ്റെ പിതാവായ CP മൊയ്തീൻ ഹാജി. അത് ഞാനിന്ന് വളരെയധികം നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അത് ആ വഹാബിന് അതുമാത്രമല്ല ഇതുപോലെയുള്ള ആൾക്കാർ ഇങ്ങനെ ഒരുപാട് വഹാബിനെ കൊണ്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അധികം പറയുന്നത് ഒരു സദസ്സിൽ വെച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് അധികം പറയുന്നത് ഭൂഷണമായിരിക്കുകയില്ല. ഇന്ന് നമ്മുടെ നാട്ടിന് പല ഗുണങ്ങളും ഇതുപോലെയുള്ള വിദ്യാഭ്യാസ യോഗ്യരായ ആൾക്കാർ നാട്ടിൻ്റെ നാനാഭാഗത്തും പല ലോകത്തും ഈ രാജ്യത്തിൻ്റെ അപ്പുറത്തും ഉള്ളത് കൊണ്ട് ഈ നാടിന് നാം അറിയാതെ ഒരുപാടധികം ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങളിൽ ചിലർ വിചാരിക്കും ഹാഫിസർ തിരുവനന്തപുരയിലെ എങ്ങനെയാണ് അയാളിൽ നിന്നും നമുക്ക് നാട്ടിന് എന്ത് ഉപകാരം കിട്ടുന്നത്. സൂര്യൻ അതിലും എത്രയോ അകലെയാണ്, ചന്ദ്രനും എത്രയോ അകലെയാണ്. അത് നമ്മുടെ ഈ വാണിമേലിനെ എന്തെല്ലാം സഹായം ചെയ്യുന്നുണ്ട് എന്ന് ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സൂര്യനും ചന്ദ്രനും ഈ നാടിന് വളരെ അനുഗ്രഹങ്ങൾ നാം അറിയാതെ തന്നെ ഈ പ്രകൃതിയുമായിട്ടുള്ള ആ ബന്ധം, അതുപോലെയുള്ളൊരു മനുഷ്യബന്ധം നമുക്ക് ഈ വിദ്യാഭ്യാസത്തിൽ കൂടി നേടിയെടുക്കാൻ സാധിക്കും. അത് ഈ നാട്ടിനെ വളരെയധികം ഉപകാരപ്പെടുന്നത് ഒന്നാണ്. മറ്റേ ആസാദ് സർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു സഹപ്രവർത്തകൻ്റെ മകനാണ്. ഇവൻ ഈ ക്രിസൻറ്റിൻ്റെ മാറിടത്തിൽ കൂടി വളർന്നു വന്ന ആളാണ്. 28 കൊല്ലക്കാലം ഒന്നായിട്ടിരുന്ന് രസം ആസാദിനേക്കാളും കൂടുതൽ രസം പറയുന്ന ഒരു പിതാവാണ് ആസാദിൻ്റെ പാപ്പ മൊയ്തു സാഹിബ്. അവനും ഒന്നിച്ചിരുന്ന് 28 കൊല്ലക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിച്ചും കടപ്പാടുകൾ നിർവഹിച്ചുകൊണ്ടും വളർന്നു വന്ന ഒരു അധ്യാപകനും, ഞാനൊരു അധ്യാപകനും അദ്ദേഹം അവിടുത്തെ ഒരു ജീവനക്കാരനുമായിട്ട് 28 കൊല്ലക്കാലം കഴിഞ്ഞുകൂടിയ ആളാണ്. അങ്ങനെ ഇതൊക്കെ ഓർമ്മിച്ച് ഓരുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം മനസ്സിൽ കൂടി കടന്നു കൊണ്ടുപോവുകയാണ്. ചന്ദ്രൻ സാറ് ക്രിസൻറ്റ് പഠിച്ചിട്ടില്ലെങ്കിലും ക്രിസൻറ്റിൻ്റെ അടുത്തായ നമ്മുടെ ക്രിസൻറ്റ് ഈ LP സ്കൂളിൽ നിന്നും പഠിച്ചുയർന്ന് എൻ്റെ ഒരു അയൽപക്കക്കാരനാണ്. എനിക്ക് മലയിലുള്ള ഏറ്റവും നല്ല പറമ്പിൻ്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ ചന്ദ്രൻ മാഷ്. ഇനി ഇങ്ങുള്ള അതുപോലെ അഷ്റഫ് മാഷ് ഇവിടെ ഇല്ലാത്തവരെ കൊണ്ട് എനിക്കൊന്നും പറയാൻ സാധിക്കുകയില്ല. ഇവിടെ പഠിച്ച ആളാണ്. അങ്ങനെ ഈ ക്രിസൻറ്റ് ഒരുപാട് ആൾക്കാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ നാടിൻ്റെ വളർച്ചയ്ക്കും ഈ നാട്ടുകാരുടെ ബോധനത്തിനുമായി വളർന്നു വന്ന ഈ സ്ഥാപനം എന്നും വളർത്താനും എന്നും സമൂഹത്തിനും രാജ്യത്തിനും നമ്മുടെ സ്ത്രീകൾക്കൊക്കെ ഒരു മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഏറ്റവും അവസാനമായി ശക്തിയുടെ യുക്തിയായ കൂട്ടായ്മയുടെ രസതന്ത്രം നന്നായി അറിയുന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിനും ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു ഭാഷണം അവസാനിപ്പിക്കുന്നു.